കുപ്പി ഡോറ് തുറക്ക്. പറ്റില്ല. എനിക്ക് പോയിട്ട് കുറെ പണിയുള്ള. ഡോറ് തുറക്കടാ. പറ്റില്ല. എനിക്ക് കുറച്ച് പറയാണ്ട. കേട്ടറങ്ങ് പോയാൽ മതി. ഇന്ന് ഐവിയുടെ ലാസ്റ്റ് ദിവസമാണ്. ഞാൻ രാവിലെ തൊട്ട് ഓരോരുത്തരുടെയും പുറകെ നടക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ശരിയാക്കാൻ. ശരി, ഞാൻ ഇന്നലെ രാത്രി വേണ്ടാത്ത എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, സത്യല്ലേ? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. നീ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇടപെടും. എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിനക്ക് എങ്ങനെയാലും ദിയെ വളച്ചെടുക്കണം. നിനക്ക് ഫുൾ ടൈം ദേവിയുടെ കൂടെ നടക്കണം. നിന്റെ വിചാരം ഐ വി വേൾഡ് കപ്പ് ആണെന്നാണല്ലോ. എല്ലാവർക്കും ഐ വിക്ക് വരാൻ അവരുടേതായൊരു കാരണങ്ങളുണ്ട്. പക്ഷെ നീയൊക്കെ ഞാൻ എന്തിനീ ട്രിപ്പിന് വന്നൊന്നും ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനാടാ തെണ്ടികളെ. കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും. പക്ഷെ ഇതുവരെ നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ദിയയുടെയോ ദേവികയുടെ കൂടെയോ നടക്കണ്ടെന്നോ നീ നിന്റെ ജോലി ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നേ. പക്ഷെ ഒരുമിച്ചുള്ള ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേണ്ടിരിക്കുക. എടാ, ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തേ? പിന്നെ ഇത്ര ഫേമസ് ആയ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ പോകുന്നത് മോശമല്ലേ? ഭയങ്കര മോശം. പക്ഷേ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ വേണമല്ലോ. എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. ക്യാമറ എൻ്റെ അടുത്തുണ്ട്. ആ, ഓക്കെ. അപ്പൊ പിന്നെ നീ ഫോട്ടോ എടുക്കാൻ ഒരാളെ മാത്രം കിട്ടിയാൽ മതി. എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല. നിനക്കറിയാവോ? എനിക്ക് ഒട്ടും അറിയില്ല. എടാ, നിനക്കോ? എനിക്ക് വിട്ടു പറഞ്ഞൂടാ. ഇനിയിപ്പോ ആരാ ഉള്ളേ? മതി, നിങ്ങൾ പോയി നിൽക്ക്, ഞാൻ എടുത്തുതരാം. കുപ്പി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടേ ഇല്ലോട്ടോ. ഓവറാക്കണ്ട, പോയി നിൽക്ക്. സോറിടാ, ഞാൻ എടുത്തുതരാം. സോറിയുടെ ചക്കരെ, നീ വഴക്കുണ്ടാക്കൂല കേട്ടോ. പാടാ. സോറി കേട്ടോ. സോറിടാ. ശരി, പോയി നിൽക്ക്. എന്നടാ പോയി നിൽക്കടാ പൊട്ട. അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയടാ. 15 വർഷമായില്ലടാ. അല്ലെങ്കിലും അത്ര നാളും നിലനിൽക്കുന്ന എന്താടാ ഉള്ളേ? ഫോൺ കട്ട് ചെയ്യല്ലേ പ്ലീസ്. എന്താ കാര്യം? നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വേറൊരു മുഖമുണ്ട്. വേറൊരു മുഖോ? നീ ആരോ റിപ്പറോ അതോ ഗാങ്സ്റ്ററോ? ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൊട്ടടുത്തൊരു ലൈബ്രറി ഉണ്ട്, നീ അവിടം വരെ ഒന്ന് വരുമോ? ഹായ്. അയ്യോ, ഇതെന്തത്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കൊള്ളാട്ടോ, എനിക്ക് ചേരണുണ്ട്. താങ്ക്സ്. ഹലോ. എടാ, നിനക്കെന്താണോ ഫോൺ എടുത്താ? എത്ര ദിവസം ഞാൻ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഓസ്റ്റിൻ. ഓസ്റ്റിൻ. ഇവിടെ പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല. ഓസ്റ്റിനെ, എന്താ പറ? നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? സത്യം പറഞ്ഞ നമ്മുടെ ബാൻഡിന്റെ പാട്ടൊക്കെ ഭയങ്കര ബോറാ. പെറ്റ തള്ള സഹിക്കൂല. നീ ഇപ്പൊ ഫൈനൽ ഇയർ ആയില്ലേ? എന്തെങ്കിലും ഒരു 4 അക്ഷരം പഠിച്ചൊരു പ്ലേസ്മെന്റ് ഒക്കെ മേടിച്ച് ഒന്ന് രക്ഷപ്പെടാൻ നോക്കടാ. അല്ല പിന്നെ എന്തെങ്കിലും ഒന്ന് പറ ദേവുട്ടി പ്ലീസ്. ഇത്രയും വെട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്ത് പിള്ളേരെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായി അവരുടെ ടൂറിന്റെ അവസാനത്തെ ലൊക്കേഷനിലെത്തി. സൺഡൗൺ പാർട്ടി. ഡാ ഗൗതം ഒന്ന് കൂടെ വരൂ. ഇതാ വരുന്നു. ഗൗതം, നമ്മൾ പരിചയപ്പെട്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് നിന്നെക്കുറിച്ചും നിനക്കെന്നെക്കുറിച്ചും നീ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഓക്കെ? Hi, that's 42 of us. Hi. Sir, these guys. Where did you get the tickets from? Cochin. Sorry guys, you guys are cheated. So that's not possible. Is this the guy? Yes. Your tickets are fake. He's a known fraud. എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്ന വരുണിന് ഒട്ടും പ്രതീക്ഷിക്കാതൊരു പണി കിട്ടി. പിള്ളേരുടെ ഒക്കെ കാശും പോയി, ന്യൂ ഇയർ പ്ലാനും കുളവായി, വരുണാകെ സങ്കടവുമായി. I'm sorry. പക്ഷേ വരുൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എടാ നീ എന്തിനാ സോറി പറയുന്നത്? വിട്ടേക്കടാ, കാശ് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ ഇങ്ങനെയൊന്നും അവന്റെ കൂട്ടുകാര് അവനെ തള്ളിപ്പറയില്ല എന്ന്. Sorry. വരുൺ, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിനക്ക് ഞാനുണ്ട്. അല്ല, ഞങ്ങളുണ്ട്. ഞങ്ങളൊന്ന് എല്ലാവരും എല്ലാവരെയും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടോ? വരുണേ, സൺഡൗൺ പാർട്ടി അല്ലെങ്കിൽ വേറൊരു പാർട്ടി. ഗോവയിലാണ് ഒരു പാർട്ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. വി വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എല്ലാരും പാർട്ടി തിരഞ്ഞ് ഉത്സാഹിക്കുമ്പോഴും ദിയയുടെ പണക്കം മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്ഷയ്ക്ക് പാർട്ടി തരാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ Here. Excuse me. Yes. Is there any party happening here? മലയാളിയാണല്ലേ? അതെ. അകത്തൊരു പാർട്ടി നടക്കുന്നുണ്ട്. ഒരു വമ്പൻ മലയാളി സ്രാവ് നടത്തുന്ന ഫോം പാർട്ടി. ഫോം പാർട്ടി? ചേട്ടാ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? നിന്റെ സൈസിനും പ്രായത്തിനൊന്നും പറ്റിയ പാർട്ടി അല്ലല്ലോ അത്. ചേട്ടാ അങ്ങനെ പറയല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന്. തീരാറായി. എന്തായാലും ഒന്ന് കയറി കണ്ടോ. ഓക്കെ. ചേട്ടന് അനിയനാണല്ലേ? Hey baby. ഇത് സാറിന്റെ ഫേവറേറ്റ്. കൊളീഗ്സിന് വേണ്ടി ഒരു ന്യൂ ഇയർ പാർട്ടി ത്രോ ചെയ്താ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഏട്ടനിങ്ങനെ പതയെ കുളിച്ച് മതാമാരുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടുകാരെന്നല്ല സ്വന്തം കൂട്ടുകാരും പോലും വിശ്വസിക്കില്ല. നിനക്കറിയോ, ഞാൻ ഇതേവരെ ഒരു ഒറ്റ ഐവിക്ക് പോലും പോയിട്ടില്ല. നന്നായിട്ട് അറിയാം. ഇന്നും കൂടി അച്ഛൻ വിളിച്ചോളൂ. ഏട്ടൻ ഓടിയാടുന്ന റാങ്കെല്ലാം വാങ്ങിയോണ്ടേ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. ഓടിയതല്ലടാ, ഓടിപ്പിച്ചാണ്. കുടുംബക്കാർ മുഴുവൻ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും IAS ആകുമ്പോൾ നമ്മളൊരു IIT-യിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. വീട്ടുകാർ നമ്മുടെ നല്ലതിന് വേണ്ടിയൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ചില തീരുമാനങ്ങൾ അവരെക്കാൾ നന്നായിട്ട് എടുക്കാൻ നമുക്ക് പറ്റും. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കും. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടിരുന്ന് ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. മനുഷ്യനിവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. എടാ, ഈ പ്രായത്തിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? നിന്റെ വിചാരം എന്താ, എനിക്കില്ലായിരുന്നാണോ? എടാ, ഇപ്പോൾ കൺഫ്യൂഷൻ അടിച്ചാലേ ഫ്യൂച്ചറിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. നീ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ക്യാമ്പസ് ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്ക്. ഈ IV, ആർട്സ് ഫെസ്റ്റിവൽ, ഫെയർവെൽ, പിന്നെ കോളേജ് റൊമാൻസ്, അന്ന് ചെയ്യേണ്ടതൊക്കെ പിന്നെ നമ്മൾ എത്ര റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല.
എവിടെയായിരുന്നു ഇത്രയും നേരം? എന്തുമാത്രം തപ്പിന്നറിയോ? എടാ എൻ്റെ ചേട്ടൻ. ചേട്ടനാ ഈ താടിക്കാരന്? ഹായ്, ഹലോ. ആകാശ്. ചേട്ടനോ? ചേട്ടൻ ആകാശ്. ഹായ്. ഹായ്. നിങ്ങൾ പോയ കാര്യം എന്തായി? അതിപ്പോ ചാക്കോ സാർ പറഞ്ഞ പോലെ ഗോവയിൽ ഇഷ്ടം പോലെ പാർട്ടി ഉണ്ട്, പക്ഷെ ഒരു ഒറ്റണത്തിന് ടിക്കറ്റ് ഇല്ല. എന്താ പ്രശ്നം? വന്ന ആരും വിട്ടുപോയി. ഞങ്ങളെടുത്ത സൺഡൗൺ ടിക്കറ്റ്സ് ഫേക്ക് ആയിരുന്നു. എല്ലാവരും വേറൊരു പാർട്ടി നോക്കി ഇറങ്ങിയതാ. അല്ല ഇവിടെ വല്ലോ പാർട്ടി? ഇവിടുത്തെ ഇപ്പം തീർന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോവ ഭയങ്കര വലുതാണ്. എവിടെ തുടങ്ങണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. വാ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ ഷാക്ക്. ഈ ചുവരറിയാതെ ഗോവയിൽ ഒരു പാർട്ടി നടക്കില്ല. മണിക്കാണ് ഫ്ലൈറ്റ്. കാലത്ത് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ, എന്നെ ഇവിടെ കണ്ട കാര്യം വീട്ടിൽ പറയണ്ട. എന്നാ ചെല്ലേ, പാർട്ടിയെ കണ്ടുപിടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിക്കും. ഓ എന്ത് പാർട്ടി, മടുത്തു. എടാ, ദിയയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എല്ലാവരും പറയും പെണ്ണുങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അവരുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവില്ല എന്നൊക്കെ. പക്ഷേ മനസ്സ് തൊട്ട് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഏതൊരു പെണ്ണിൻ്റെ ദേഷ്യം. എല്ലാരും റെഡ് ഓൺ എന്ന് പോസ്റ്റ് നോക്ക്. വേറെ ഒന്നും നോക്കണ്ട. ശരി ശരി, കിട്ടിയോ? ഹലോ, ഹായ്. ഐ ആം സ്പീക്കിംഗ് ടു ഫ്രം റെഡ് ഓൺ. എന്തായി? ടിക്കറ്റ്സ് ഉണ്ട്. ഒരു പ്രൈവറ്റ് ഐലൻഡിലാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, പൈസ നമുക്ക് ഒപ്പിക്കാം. നമ്മൾ അങ്ങോട്ട് തന്നെ പോകുന്നു. ഒരു 9,000 രൂപയുടെ കുറവുണ്ട്. ഇനിയിപ്പോൾ ചോദിക്കാൻ ആരും ബാക്കിയില്ല. HODയോടോ ടീച്ചേഴ്സിനോടോ പിള്ളേരോടോ ഇത് പറഞ്ഞ ചാക്കോടെ തനി സ്വഭാവം പറയും. ലൗലി മിസ്സിനോട് പറയാലോ അല്ലേ? പറയടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ന്യൂ ഇയർ പ്ലാൻസ് ഫൈനലി കൺഫേം ആയിട്ടുണ്ട്. രാത്രി 10:30 ആകുമ്പോൾ എല്ലാവരും ഹോട്ടലിന് മുമ്പിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഹോട്ടലിൽ നേരെ പോർട്ടിലേക്ക്, പോർട്ടിൽ നേരെ ബോട്ടിലേക്ക്, ബോട്ടിൽ നേരെ പ്രൈവറ്റ് ഐലൻഡിലേക്ക്. അക്ഷയ്, യെസ് സർ. ദിയ വന്നില്ലല്ലേ? ഇല്ല. യെസ്. You want me to talk to him? ഹലോ. ഹലോ, ദിയയുടെ ഫാദർ അല്ലേ? ഞാൻ ദിയയുടെ പ്രൊഫസറാണ്. ചാക്കോ സാറല്ലേ? മനസ്സിലായി. ഇല്ല, ഞാൻ മോള് പോകുന്നതിന് മുമ്പ് നമ്പർ വാങ്ങിച്ചിരുന്നു. ആ സാർ, ഞാൻ വിളിച്ച വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നീ അവിടെ സമരം ഇരിക്കാന്ന് കേട്ടല്ലോ. നിന്റെ ഫ്രണ്ട്സൊക്കെ താഴെ വെയിറ്റ് ചെയ്യുക. എനിക്കൊരു മൂഡില്ല. മൂഡില്ലാഞ്ഞിട്ടോ അതോ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ? മോളെ, നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് വയസ്സ് 30, അയാൾക്ക് 18. അതായത് നിന്റെ ഇപ്പോഴത്തെ പ്രായം. ഒരുപാട് ശ്രമിച്ചെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള താല്പര്യങ്ങൾ മ്യൂച്വൽ ആയിരുന്നില്ല. അത്രേ ഉള്ളൂ. നിന്റെ അമ്മ എന്നും എനിക്ക് നല്ല സുഹൃത്തായിരിക്കും, തിരിച്ചും. നീ പേടിക്കുന്ന പോലെ നിനക്കാരെയും നഷ്ടപ്പെടുന്നൊന്നുമില്ല. നീ ഇപ്പോഴീ ആലോചിച്ച് സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഓർത്ത് നീ തന്നെ ഒരു ദിവസം ചിരിക്കും. അതുകൊണ്ട് എൻ്റെ മോള് വേഗം റെഡിയായിട്ട്
ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ന്യൂ ഇയർ അടിച്ച് പൊളിക്കും. ചെല മത്തായി ചേട്ടാ, ശകുന്തലെത്തി. വണ്ടി എടുത്തോ. ജോസേട്ടാ 10 മിനിറ്റ് ബോട്ട് എടുക്കും. കത്തിച്ചു വിട്ടോ. അതൊക്കെ ജോസേട്ടൻ ഏറ്റടാ. ബോട്ട് എത്തുന്നേ ഉള്ളൂ. എടാ ഇത് അങ്ങോട്ടാ പോകുന്നത്, ഇങ്ങോട്ടല്ല. So I think we missed our boat. വേറെ ബോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? വേറെ ബോട്ടില്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് ബോട്ടായിരുന്നു. നീ അവിടെ എന്ത് കോപ്പ് നോക്കിക്കൊണ്ടിരിക്കടി? അവസാനം കണ്ടില്ലേ, ഞാൻ തന്നെ വേണ്ടി വന്നു. എന്തിന്? ദേ നോക്ക്. നീ ഒന്നും അല്ലടാ മോളെ, നീയാണടി the real the man, the കരിങ്ങൾ. റഷ്യ മാഫിയ. दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल साथियों, दूर जाना है तो साथ चल. Yes, I'll do that. I'll come there and get the tickets, okay? All right, thanks. ജോസേട്ടാ, അവന്മാരെ ഒന്ന് സൂക്ഷിക്കണേ. രണ്ടിനും നീന്താൻ അറിയത്തില്ല. ഒരു കണ്ണുണ്ടായിരിക്കണേ. ഓനെങ്ങോട്ട് പോവാ? ഞാൻ നമ്മുടെ ബോട്ടിന്റെ റിട്ടേൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പോയിട്ട് വരാം. അവിടെ ഇരിക്കേ. ഇത് പിടിക്ക്. മോനെ ഉപദേശിക്കുകയല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച പിന്നെ അതിനെ സമയം കണ്ടെത്തുന്നു. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കുന്നത്. ദേ കണ്ടില്ലേ, നിന്റെ ടിക്കറ്റിന്റെ കാര്യമൊക്കെ ജോസേട്ടനേറ്റു. മോനൊരെണ്ണം ഉണ്ടാക്കി. I'm sorry. Friends? Friends. വരുൺ തന്നെ സമ്മതിച്ചു. ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. തനിക്ക് ഈ പേപ്പറിനുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ലാൻഡൺ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ അക്ഷയ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി. അക്ഷയ് ഈ സ്ഥലം കണ്ടുപിടിച്ചതും നമ്മളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഒന്നും ഞാനല്ല, അക്ഷയാണ്. So you had fun, right?
ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്? ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് കുറേ പേരുണ്ടെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ട് ഒരാൾ വേണ്ടെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? Kiss me. നാളെ തൊട്ട് വീണ്ടും ലാബും അസൈൻമെന്റും സെമിനാറും ആ വൃത്തിയേട്ടോ ഹോസ്റ്റൽ ഫുഡും. മക്കളെ വരുന്നുണ്ടോന്ന്? നിനക്കൊക്കെ വന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടായി? എന്നാണോ എൻ്റെ മാവന്ന് നോക്കുന്നത്? Canon 550D? Canon 60D. Yeah. നൈസ് ക്യാമറ. പേര് പറടാ. ഷോർട്സ് ചെയ്തിട്ടാ പഠിപ്പിച്ച പോലെ പറ. ഹായ്, Hi. ഐ എം കുപ്പി. Kathy. കുപ്പിക്ക് കോഴടിച്ചെന്ന് തോന്നുന്നു. കത്തിയോ? കത്തോളേ. ബസ് എടുക്കൂട്ടോ. വാ, ഒരു ഫോട്ടോ എടുക്കാനാടാ. വാ. കത്തി. യൂട്യൂബ്. Yeah, yeah. ഫോക്കസ് ചെയ്യട്ടെ. ഓക്കെ 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 ഓക്കെ. സ്മൈൽ. ഓക്കെ 3 2. കിട്ടിയോ? കോപ്പ് കിട്ടി. ഒന്നും കിട്ടിക്കാണല്ലോ ഉറപ്പാ. കിട്ടിയില്ലേ? ഒരു കാര്യം കിട്ടിയിട്ടില്ല. പൊട്ടൻ. ഞാൻ പറയണോ? പോയി മാറി കയറണം. ആ അടിപൊളി. നീ കാണാ ഇച്ചിരി മാറും. ഒരു ട്രിപ്പ് കാരണം എല്ലാവരുടെയും ജീവിതം മാറിയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്.